ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 4,35,831 പ്രേക്ഷകരാണ് പങ്കാളികളായത്. അന്താരാഷ്ട്ര യോഗ ദിനാചരണങ്ങളുടെ ഭാഗമായി മലപ്പുറം മഞ്ചേരിയിൽ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മഞ്ചേരി ചിന്മയ വിദ്യാലയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് എം റഹ്മത്തുള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. ആയുഷ്മാൻ ഭാരത് പിഎംജെഎവൈ, ആരോഗ്യ മന്ദിർ തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കേരളത്തിൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ വവ്വാലുകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായ നിരീക്ഷണവും നടത്തി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. എസ്പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 കിലോഗ്രാമിലധികം സ്വർണം പിടികൂടി. 1.5 കോടി രൂപ വിലമതിക്കുന്ന 1281.7 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസാവോയാണ് എതിരാളികൾ. അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 10:30 മത്സരം. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിലാണ് മത്സരം. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഏറ്റവും വലിയ ഭരതനാട്യ നൃത്തപാഠ പ്രകടനത്തിലൂടെ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കി നർത്തകർ. 5000-ലധികം ഭരതനാട്യ നർത്തകരാണ് കൊളംബോയിൽ നൃത്തവിരുന്നൊരുക്കിയത്. ഇന്ത്യയിലെ സംഗമം ഗ്ലോബൽ അക്കാദമിയും ശ്രീലങ്കയിലെ സംഗമിഴ് ലിയയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരത്തിലെ പൊതുസ്ഥലങ്ങൾ വികസിപ്പിച്ച് ജനങ്ങളുടെ മാനസിക ഉല്ലാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പറവൂർ
അംബേദ്കർ പാർക്കിൽ അത്യാധുനിക സൌകര്യങ്ങളോടുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.